ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം സത്യമേവ ജയതേ. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം വസുദേവ കുടുംബകം. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം ശുഭചിന്തകൾ ലോകമെങ്ങു നിന്നും വരുമാറാകട്ടെ. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം മതങ്ങളെ ഒരുപോലെ കരുതുക. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം സത്യം ഒന്നേയുള്ളൂ, അതിനെ വിവിധ തരത്തിൽ വിശദീകരിക്കുക. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം എല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണം, രോഗങ്ങളിൽ നിന്ന് വിമുക്തരാവണം. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം എല്ലാവരെയും സംരക്ഷിക്കണം, എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കണം, അതീവ ശക്തിയോടെ ഒന്നിച്ച് പ്രവർത്തിക്കണം. അഭിപ്രായ വ്യത്യാസത്തിന് ഇടം കൊടുക്കരുത്. നമുക്ക് ബുദ്ധികൂർമ്മതയുണ്ടാവണം. സന്തോഷം കുടിയിരിക്കുന്നത് രാജ്യമോഹത്തിലല്ല, വസ്തുവകകളിലല്ല. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം സസ്യങ്ങളിലും ഈശ്വരൻ വസിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ഈശ്വരഭക്തൻ എന്നതാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും പരിശുദ്ധമായിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ സ്വത്തിൽ ആഗ്രഹിക്കരുത്. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുമ്പോൾ നാടിന്റെ വിശുദ്ധി പൂത്തുലയുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം മഹിളകൾ ഈശ്വരന്റെ പ്രതിരൂപമാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം പാവപ്പെട്ടവരെ ദൈവത്തെ പോലെ സേവിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അവൻ ദൈവമാകുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ മികച്ചതാണ് എന്നതാണ്. വംശവർദ്ധനയിൽ നിന്നുള്ള വിമുക്തിക്കായി, സഹോദര മരുമക്കളിൽ നിന്നുള്ള വിമുക്തിക്കായി, അനീതിയിൽ നിന്നുള്ള വിമുക്തിക്കായി, വിലവർദ്ധനയിൽ നിന്നുള്ള വിമുക്തിക്കായി, ദുർഭരണത്തിൽ നിന്നുള്ള വിമുക്തിക്കായി, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി, ജനങ്ങളുടെ സുരക്ഷയ്ക്കായി, താമസിക്കാൻ ഒരു വീടിനായി, ഭക്ഷിക്കാൻ ആഹാരത്തിനായി, രോഗത്തിനുള്ള മരുന്നുകൾക്കായി, ദരിദ്ര നാരായണന്മാരുടെ നന്മയ്ക്കായി, പഠിപ്പിൻ ഉദ്ധാരണത്തിനായി, യുവാക്കൾക്ക് തൊഴിലിനു വേണ്ടി, മഹിളകൾ ബഹുമാനിക്കപ്പെടാനായി, കർഷകരുടെ നന്മയ്ക്കായി, സ്വയാശ്രയ ഭാരതത്തിനായി, അതിശക്തമായ ഭാരതത്തിനായി, സമൃദ്ധിയുള്ള ഭാരതത്തിനായി, പുരോഗമനവാദിയായ ഭാരതത്തിനായി, ഭാരതത്തിന്റെ ഐക്യതയ്ക്കായി, ഒരു ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിനായി, സ്വരാജ്യത്തിന്റെ ഭരണത്തിനായി, നല്ല ഭരണതന്ത്രത്തിനായി, വികസനത്തിന്റെ രാജ്യതന്ത്രത്തിനായി